ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഞാനിപ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എന്നും ഞാൻ വിചാരിക്കുക ഒരു ഡെയിലി വ്ലോഗ് എടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ, അടിപൊളി മഴ. അങ്ങനെ കുറച്ചു നേരം പുറത്തിരുന്ന് ഇങ്ങനെ കുറച്ചു നേരം കണ്ട് പിന്നെ റൂമിൽ ചെന്നപ്പോഴോ മോള് നല്ല ഉറക്കമാണ് കേട്ടോ രാവിലെ. അങ്ങനെ അവളെ ഞാനൊന്ന് നോക്കി, അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് പയ്യെ അടുക്കളയിലോട്ട് പോയി. അവിടെയാണല്ലോ ബാക്കി പരിപാടികൾ. അങ്ങനെ അടുക്കളയിൽ ചെന്നു, ചായയൊക്കെ വെച്ചു. ചായ രാവിലെ ഒരു ചായ കുടിക്കുന്നത് എനിക്ക് മസ്റ്റാണ് കേട്ടോ. എനിക്കത് ഇല്ലാതെ ഭയങ്കര എന്തോ പോലെയാണ്. ചായ എൻ്റെ ഒരു എനർജി ബൂസ്റ്ററാണ് ഫ്രണ്ട്സ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. നെക്സ്റ്റ് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടൊരു കറി, അങ്ങനെ കളിക്കറി എന്നൊക്കെ പറയാം. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായിട്ട് റൂമിൽ വന്നു. അപ്പം മോൾ എഴുന്നേറ്റ് പോയായിരുന്നു. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ എല്ലാം വിരിച്ചൊക്കെ ഇട്ട്, എനിക്ക് ബെഡ്ഷീറ്റ് ഇങ്ങനെ എഴുന്നേറ്റാൽ ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും എനിക്ക് ഈ റൂമിലോട്ട് വരുമ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചിങ്ങനെ അത് ഇരിക്കുമ്പോഴത്തേക്കും എന്തോ പോലെയാണ്. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോളുണർന്നു. ഇതാണ് ഐറു ബേബി, ഞങ്ങൾ ഐറുക്കുട്ടി. അപ്പം രണ്ടാമത്തെ മോളാണേ. അപ്പോൾ അവളെ ഉണർന്ന്, അവളെ ഞാൻ കുളിപ്പിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ ഉണർന്നൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ അവളെ കുളിപ്പിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ക്രീമൊക്കെ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. ചുമ്മാ എടുത്ത് വെച്ചേക്കണ കണ്ടില്ലേ, സെബാമെഡിൻ്റെ ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന. നല്ല നല്ല ക്രീമാണ്, നല്ല പ്രൊഡക്ട്സ് ആണ്. അപ്പം ഞാൻ അതൊക്കെ ഇട്ട് സുന്ദരിയാക്കി ഇങ്ങനെ കിടത്തിയേക്കാണ്. അവള് കുറച്ചു നേരം കിടന്നിങ്ങനെ കളിക്കും, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ അവളടുത്തിരുന്ന് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അവൾ എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ട്, എന്തൊക്കെയോ എന്നൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനെ അവളായിട്ട് വീഡിയോ ഒക്കെ എടുത്ത്, നമ്മളിപ്പോൾ എന്ത് വിഷമം ഉണ്ടായാലും, ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അത് മക്കളെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊക്കെ എവിടെ പോകും. മാജിക്കാണ്, ഭയങ്കര മാജിക്കാണ്. എനിക്കത് ഭയങ്കര ആശ്വാസമാണ്. അവർ എൻ്റെ കൂടെ ഉള്ളപ്പം എന്ത് വിഷമമുണ്ടെങ്കിലും എനിക്കതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതൊക്കെ മറക്കാൻ ഇവർ ചിരി മതി. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം എന്തായാലും അവളെ കൂടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം കേട്ടോ. ക്യാമറയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, കൊച്ചു നോക്കുവാണ് ഈ ഉമ്മി എന്തുവായി ചെയ്യുന്നത് രാവിലെ. കൊച്ചിങ്ങനെ വിരലൊക്കെ വായിലിട്ടോണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവളെ ഉറക്കാൻ വേണ്ടി കിടത്തി കുറച്ചു നേരം ഇങ്ങനെ ആട്ടുമ്പോഴത്തേക്കും തന്നെ അവളങ്ങ് ഉറങ്ങും കേട്ടോ. തൊട്ടിൽ കിടന്നാണ് കുട്ടി ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ തൊട്ടിലിട്ട് ഉറക്കി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്ത് ചെയ്യുന്ന? വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ കൺമശി എഴുതി കൊടുക്കുകയാണ് അവൾക്ക്. ഞാൻ അങ്ങനെ കൺമശിയൊന്നും റെഗുലറായിട്ട് എഴുതി കൊടുക്കത്തൊന്നും ഇല്ല. പിന്നെ ചിലപ്പോഴൊക്കെ എനിക്കൊരു കൊതി തോന്നുമ്പോൾ ഇങ്ങനെ പിരിവൊക്കെ വരയ്ക്കാൻ കൊതിയാകുമ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കും. അപ്പം അവളെ ഉണർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ വെച്ച് എഴുതി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ എടുക്കുകയൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കിടത്തി ബീജം വരച്ചു കൊടുത്ത്. കണ്ടോ ഞാൻ എങ്ങനെ വരച്ച് കൊടുത്തെന്ന് കണ്ടോ നിങ്ങൾ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ അടുക്കളയിലേക്ക് വന്നേക്കുവാണ്. അവിടെ കുറച്ച് ജോലികളുണ്ട്, പാത്രം കഴുകാനുണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞ് അടിപൊളിയാക്കി ഞാൻ. കണ്ടു അടിപൊളിയായോ? എന്തായാലും ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്തത് എന്താണെന്തോ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ വോയിസ് ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് ഇനി അടുത്തത് എന്താണ് വരുന്നതെന്ന്, ഇതാണ് നമ്മളെ ചെറിയ അടുക്കള, അടുത്ത എന്താണ് വരുന്നതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഇവിടെ 2-3 ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതൊക്കെയാണ് ചുമ്മാ കാണിക്കുന്നത്. അപ്പോൾ
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്കൊരു ശീലമുണ്ട്, ചിലപ്പോഴൊക്കെ എനിക്ക് ചില പ്രാന്തുകളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് പാട്ടൊക്കെ കേൾക്കാം. അതാണ്ട് കുപ്പിയുടെ അവിടെ പാട്ടൊക്കെ കേൾക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കൊന്നും അവള് എഴുന്നേറ്റ് കേട്ടോ, വീണ്ടും അവള് അങ്ങനെ റെഗുലറായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങത്തില്ല. അപ്പോൾ അതാ എഴുന്നേറ്റ് ഞാൻ വീണ്ടും അവളെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് അവളെ എടുത്ത് വെച്ച് പയ്യെ കരച്ചിലൊക്കെ മാറ്റി അങ്ങനെ. അപ്പം ഞാൻ നേരത്തെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കാര്യമല്ല വേണ്ട, ഇതായിരിക്കുന്നതിൻ്റെ JBL എൻ്റെ പൊന്നാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ കേൾക്കും. അതൊക്കെ കേട്ടോണ്ടൊക്കെയാണ് കേട്ടോ ഓരോ ജോലികളൊക്കെ ചെയ്യുന്ന. അപ്പം അതാണ്ട് കടുവൊക്കെ വറുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു വിഴുക്കുണ്ടാക്കുകയാണ്. ബീട്രൂട്ട് വലിയ സാഹസികമായ രീതിയിലുള്ള കറികളൊന്നുമില്ല. ബീട്രൂട്ട് വിഴുക്കും. ഇന്ന് ചമ്മന്തിയാണ്, മീൻ കിട്ടിയില്ല. അപ്പം ചമ്മന്തി അരച്ച് ബീട്രൂട്ട് വിഴുക്കും ഉണ്ടാക്കി, അച്ചാറ്, ഇത്ര മതി. ഇത് തന്നെ ധാരാളം. അതിൻ്റെ ഇടയ്ക്കൂടെ വേണ്ട അൽമി വന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പാട്ട് വെച്ചേക്കുന്ന കണ്ടിട്ട് അവള് വന്ന് അവളെ ഇഷ്ടത്തിന് പാട്ടിട്ടിട്ട് അവൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഡാൻസ് കളിക്കാതെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കള്ളിപ്പെണ്ണാണ്. അപ്പം അവള് കുറേ നേരം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ മോളെ പോയി എടുത്തോണ്ട് വന്നു. മോളെ ഹാളിൽ കിടത്തിയേക്കുമായിരുന്നു. അപ്പം മോളെ എടുത്തോണ്ട് വന്നു. അപ്പം ഞാൻ അവിടെ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് അവൾ അതിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചുമ്മാ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ ചെയ്തില്ല, അവൾ ഇടന്ന് തുള്ളി കളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊരു സന്തോഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ചമ്മന്തി ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലിട്ടു ചമ്മന്തി അരയ്ക്കാൻ പോവേണം കേട്ടോ. ചമ്മന്തിയൊക്കെ എന്തുവാ സിമ്പിളല്ലേ. പക്ഷെ സിമ്പിൾ ഇതാണെങ്കിലും ചമ്മന്തിയും ചോറും മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി. അപ്പം അതെല്ലാം കഴിഞ്ഞ് വീട് എൻ്റെതായ രീതിയിൽ ക്ലീൻ ആക്കാൻ വന്നേക്കുവാണ് ഞാൻ വീണ്ടും. അപ്പോഴേക്കും അൽമി ഉണ്ടോ, അൽമി ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ എനിക്ക് 8ന്റെ പണി തരും അവള്. അവളവിടെ റൂമിൽ അവളെ കളിക്കുന്ന മുത്തുകളാണ്, അതെല്ലാം വാരി ചെതറിയിട്ടേക്കുവാണ്. എനിക്ക് പണി ഉണ്ടാക്കി തന്നേക്കുവാ കൊച്ച്. അങ്ങനെ ഞാൻ വന്ന് നോക്കി അന്തം വിട്ട്, പടച്ചോനെ എനിക്ക് പണി കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാനും അവളും കൂടെ അവിടെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരി ഹെൽപ്പൊക്കെ ചെയ്തുതരും. ഞാൻ ക്ലീൻ ചെയ്യുമ്പം അവളിങ്ങനെ ഇട്ടിട്ട് പോകത്തൊന്നുമില്ല, എൻ്റെ കൂടെ അവൾ ഇരുന്ന് അത് ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞ് ഉണ്ടോ റൂമൊക്കെ ക്ലീൻ ചെയ്ത്. ഇതാണ് അവളെ സ്പേസ്. അവൾക്ക് ഞാൻ കൊടുത്തേക്കുന്ന സ്പേസാണ് അത്. അവിടെ ഇരുന്നാണ് അവൾ കളിക്കുന്നത്. അല്ല അങ്ങനെയല്ല, അവിടെ ഇരുന്ന് എഴുതുന്നതും പഠിക്കുന്നതും ഇങ്ങനെ പടമൊക്കെ വരയ്ക്കും. അവൾ പിക്ചറൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ ചെയ്യും. എന്നിട്ട് അങ്ങനെ അവൾ കൊടുത്തേക്കുന്ന സ്പേസ് അത്. എല്ലാം കഴിഞ്ഞ് ഉണ്ടോ ഞാൻ ക്ലീനാക്കി കുട്ടപ്പനാക്കി ഇട്ടേക്കുന്ന കണ്ടോ നിങ്ങൾ? എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടോ ഒരാൾ ഇവിടെ ഇരിക്കുന്ന? ഇതാണ് മക്കു. ഞാൻ വിളിക്കുകയാണ്, അത് വോയിസിലുണ്ടോ എന്തോ. അപ്പോൾ മക്കു എന്ന് പറയുന്നത് നമ്മളെ അടിപൊളി നമ്മളെ സുന്ദരിയാണ് കേട്ടോ, നമ്മളെ വീട്ടില്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂക്കാനൊക്കെ ഇറങ്ങി. മഴയൊക്കെ പെയ്ത് കിടക്കായിരുന്നു കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ തൂത്ത് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു അടിപൊളി ചായയൊക്കെ ഇട്ട് പഴം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ടാറ്റാ.